ഹായ്, നമുക്കിന്ന് 3ds മാത്സിലെ അണ്ടു റീഡുവിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമ്മൾ ചെയ്തൊരു ആക്ഷൻ നമുക്കിപ്പോൾ വേണ്ടാ തോന്നുകയാണ്. അപ്പം നമ്മൾ പുറകോട്ട് പോകാൻ വേണ്ടിയിട്ട് അണ്ടു ചെയ്യും. ഇനി നമ്മുടെ മനസ്സ് മാറി നമുക്കത് വേണം തോന്നുകയാണെങ്കിലോ നമ്മളത് റീഡു ചെയ്യും അല്ലേ? മെയിൻ ടൂൾ ബാറിൽ ഈ കാണുന്നതാണ് അണ്ടു ആൻഡ് ഇതാണ് റീഡു. അണ്ടുവിൻ്റെ ഷോർട്ട് കട്ട് കീ Ctrl+Z ആണ് ആൻഡ് റീഡുവിൻ്റെ ഷോർട്ട് കട്ട് കീ വരുന്നത് Ctrl+Y ആണ്. നമ്മൾ ഒന്നിലധികം കാര്യങ്ങൾ ചെയ്യുകയും പല സ്റ്റെപ്പുകൾ നമുക്ക് ചിലപ്പം പിറകോട്ട് വരേണ്ടിയും വരാറുണ്ട്. ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് Ctrl+Z ക്ലിക്ക് ചെയ്ത് പുറകോട്ട് വരുന്നതിന് പകരം നമുക്ക് അണ്ടു റീഡു ഹിസ്റ്ററി യൂസ് ചെയ്യാം. അതിനുവേണ്ടി അണ്ടു അല്ലെങ്കിൽ റീഡു ബട്ടൺ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ നമ്മൾ റീസെൻ്റായി ചെയ്ത കാര്യങ്ങളുടെ ലിസ്റ്റ് നമുക്ക് അവിടെ കാണാം. ഇവിടെ ഞാനിപ്പം കുറച്ച് ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പം നമുക്ക് വേണ്ട അത്രയും ആക്ഷൻസ് സെലക്ട് ചെയ്ത് നമുക്ക് അണ്ടു ചെയ്യാനോ ഇനി നമ്മൾ റീഡുവിലാണ് റൈറ്റ് ക്ലിക്ക് ചെയ്തെങ്കിൽ അവിടെ നമുക്ക് റീഡു ചെയ്യാനോ സാധിക്കും. ഇപ്പം നമുക്ക് ഈ ഒരു 3 സെലക്ട് ചെയ്തിട്ട് നമുക്ക് അണ്ടു ചെയ്ത് നോക്കാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ 3 ആക്ഷൻസും അവിടെ അണ്ടു ആയിട്ടുണ്ടാവും. എന്നാൽ ഈ അണ്ടു ഹിസ്റ്ററിക്ക് ഒരു ലിമിറ്റ് ഉണ്ട്. സോ അത്രയും സ്റ്റെപ്സ് കഴിഞ്ഞാൽ നമുക്ക് അണ്ടു ചെയ്യാനോ റീഡ് ചെയ്യാനോ സാധിക്കില്ല. ഈ ലിമിറ്റ് മാറ്റുന്നതിന് വേണ്ടി കസ്റ്റമൈസിൽ വന്നാൽ പ്രിഫറൻസസ് ഓപ്ഷൻ ഉണ്ടാവും. അതിൽ വന്നിട്ട് ജനറലിൽ സീൻ അണ്ടുവിൽ ലെവൽസിൽ നമുക്ക് വേണ്ട വാല്യൂ അവിടെ കൊടുക്കാം. സോ ഞാനിപ്പോൾ ഒരു 100 ആണ് കൊടുക്കണം. ഇവിടെ നമുക്ക് മാക്സിമം 500 വരെ വാല്യൂ കൊടുക്കാൻ പറ്റും. ബട്ട് ഇവിടെ നമ്മൾ വലിയ വാല്യൂസ് ഇപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ റാം യൂസേജ് കൂടുകയും ഇപ്പം വലിയ പ്രൊജക്ട്സ് ഒക്കെ ആണെങ്കിൽ അത് ക്രാഷ് ആവാനും ചാൻസ് ഉണ്ട്. 3ds മാത്സിൽ ഈ ഒരു കോമൺ അണ്ടു റീഡുവിന് പുറമെ പല കാര്യങ്ങൾക്കും അണ്ടു റീഡു ഹിസ്റ്ററി ഉണ്ട്. അതിലൊന്നാണ് അണ്ടു വ്യൂ ചേഞ്ച് ആൻഡ് റീഡു വ്യൂ ചേഞ്ച്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഈ ഒരു വ്യൂ പോർട്ടിനെ ഓർബിറ്റ് ചെയ്തു ആൻഡ് ഈ ഒരു ഒബ്ജക്റ്റിനെ ഇങ്ങനെ മൂവ് ചെയ്തും വെച്ചു. ഇനി ഞാൻ Ctrl+Z ചെയ്താൽ ഈ ഒരു ബോക്സിൽ വരുത്തിയ ചേഞ്ച് മാത്രമേ നമുക്ക് അവിടെ കാണാൻ പറ്റുള്ളൂ. ബട്ട് വ്യൂ ഓർബിറ്റ് ചെയ്തത് അവിടെ അണ്ടു ആയിട്ടില്ല. അപ്പം ഇവിടെ വ്യൂ ചേഞ്ചിനെ അണ്ടു ചെയ്യാൻ നമുക്ക് Shift+Z യൂസ് ചെയ്യാം. ഇനി അതിനെ റീഡു ചെയ്യാൻ വേണ്ടിയിട്ട് Shift+Y യൂസ് ചെയ്യാം. ആൻഡ് ഇതിൽ തന്നെ ഓരോ വ്യൂ പോർട്ടിനും അതിൻ്റെതായ അണ്ടു റീഡു ഹിസ്റ്ററി ഉണ്ടാവും. ഇനി അണ്ടു റീഡുവിന് പുറമെ അധിക പേരും ശ്രദ്ധിക്കാത്ത 2 ഓപ്ഷൻസ് ആണ് ഹോൾഡ് ആൻഡ് ഫെച്ച്. അതായത് നമ്മളുടെ മോഡലിൽ ഒരു വലിയ ചേഞ്ച് വരുത്തുന്നതിന് മുൻപോ അല്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ വരാൻ ചാൻസ് ഉള്ള ഒരു കാര്യം ചെയ്യാൻ പോകുന്നതിന് മുൻപോ നമുക്കിവിടെ എഡിറ്റ് മെനുവിൽ വന്നിട്ട് ഹോൾഡ് ഓപ്ഷൻ കൊടുക്കാം. ഹോൾഡിൻ്റെ ഷോർട്ട് കട്ട് കീ വരുന്നത് Ctrl+H ആണ്. സോ നമുക്ക് ഈ ഒരു സീൻ ഇങ്ങനെ തന്നെ ഹോൾഡ് ആക്കി വെക്കാം. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ സീനിൻ്റെ ഒരു മുഴുവൻ കോപ്പി താൽക്കാലികമായി നമ്മുടെ കമ്പ്യൂട്ടറിൽ സേവ് ആവുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ കുറച്ച് സ്റ്റെപ്സ് കൂടെ മുന്നോട്ട് വരികയാണ്. ഓക്കെ, നമ്മൾ കുറച്ച് മുൻപേ നമ്മുടെ ഒബ്ജക്ട്സിനെ ഹോൾഡ് ചെയ്ത് വെച്ചിരുന്നു. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടെ എഡിറ്റ് മെനുവിൽ വന്നിട്ട് ഫെച്ച് ഓപ്ഷൻ കൊടുത്തിട്ട് നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ച അവസ്ഥയിലേക്ക് തന്നെ തിരിച്ചു വരാൻ പറ്റും. ആൻഡ് ഫെച്ചിൻ്റെ ഷോർട്ട് കട്ട് കീ ആയിട്ട് വരുന്നത് Ctrl+Alt+F ആണ്. ഇനി ബൈ ചാൻസ് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫയൽ ക്രാഷ് ആയി എന്ന് വയ്ക്കാം. എന്നാൽ പോലും നമ്മളത് ഹോൾഡ് ചെയ്ത് വെച്ചതുകൊണ്ട് നമുക്ക് നമ്മുടെ വർക്ക് മിസ്സാവാതെ കിട്ടും. ഈവൻ അത് ന്യൂ ഫയലിലേക്കാണെങ്കിലും നമുക്കത് ഫെച്ച് ചെയ്തെടുക്കാം. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.